3 ലോക കേരള സഭകൾക്കായി സംസ്ഥാന ഖജനാവിന് ചെലവായത് 5 കോടിയോളം രൂപ. വിവരാവകാശ രേഖയാണ്. എന്നിട്ടും എന്തെങ്കിലും പുതിയ സംരംഭമോ വിദേശ നിക്ഷേപമോ കേരളത്തിൽ വന്നതായി സർക്കാർ വ്യക്തമാക്കുന്നില്ല. യുക്രൈൻ യുദ്ധകാലത്ത് മലയാളി വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിച്ചതും കോവിഡ് കാലത്ത് പ്രവാസി മലയാളികൾ നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങളുമൊക്കെയാണ് ലോക കേരള സഭയുടെ നേട്ടങ്ങളായി സർക്കാർ വിശദീകരിക്കുന്നത്. റിപ്പോർട്ട്. കഴിഞ്ഞ 3 ലോക കേരള സഭകൾക്ക് ചിലവായ തുകയും സമ്മേളനങ്ങളിലൂടെ സംസ്ഥാനത്തുണ്ടായ നേട്ടവും സംബന്ധിച്ച് വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി രേഖയാണിത്. വിദേശ മലയാളികളുടെ നിക്ഷേപം ആകർഷിക്കലും പുതിയ സംരംഭങ്ങൾക്ക് വഴി വെട്ടിത്തെളിക്കലുമൊക്കെയാണ് ലോക കേരള സഭയുടെ ലക്ഷ്യങ്ങളായി സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം സംസ്ഥാനത്തുണ്ടായതായി സർക്കാർ നൽകിയ ഈ രേഖകളിൽ പറയുന്നില്ല. യുക്രൈൻ യുദ്ധകാലത്ത് മലയാളി വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിച്ചതും കോവിഡ് കാലത്ത് പ്രവാസി മലയാളികൾ നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങളുമൊക്കെയാണ് ലോക കേരള സഭയുടെ നേട്ടങ്ങളായി സർക്കാർ എണ്ണിപ്പറയുന്നത്. 1-ാം ലോക കേരള സഭയ്ക്ക് ശേഷം ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചതാണ് 4 ലോക കേരള സഭകൾക്ക് ശേഷവും സർക്കാർ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത്. 3 ലോക കേരള സഭകൾക്കും തുടർന്നുള്ള മേഖലാ സമ്മേളനങ്ങൾക്കുമായി 4,80,00,000 രൂപയാണ് സർക്കാർ ചിലവഴിച്ചത്. 1-ാം ലോക കേരള സഭയ്ക്ക് 2.25 കോടി രൂപയും 2ഉം 3ഉം ലോക കേരള സഭകൾക്ക് 1.25 കോടിയോളം രൂപ വീതവുമാണ് ചിലവായത്. 3 വിദേശ രാജ്യങ്ങളിലായി നടത്തിയ മേഖലാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ യാത്ര, ഭക്ഷണ, താമസ ചിലവിനത്തിൽ 55 ലക്ഷത്തോളം രൂപ ചിലവായതായും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം സമാപിച്ച 4-ാം ലോക കേരള സഭയ്ക്കും 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. അമേരിക്കയിലാണ് ഇത്തവണ മേഖലാ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. കോടികൾ ചിലവാക്കി സംഘടിപ്പിച്ച സമ്മേളന മഹാമാമാങ്കങ്ങളുടെ ബാക്കി പത്രവും നീക്കിയിരിപ്പും എന്തെന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ല. കഴിഞ്ഞ സഭകളിലൂടെ സംസ്ഥാനത്തെത്തിയ വിദേശ നിക്ഷേപം എത്രയെന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ല. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. എന്തായാലും ഈ അലമീൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ വിദേശയാത്രകളും അത് പൊടിച്ചുകൊണ്ടുള്ള മാമാങ്കങ്ങളും ഒക്കെ മാത്രമാണോ ഈ ലോക കേരള സഭ അവശേഷിപ്പിക്കാൻ പോകുന്നത്? ഇപ്പോൾ 4 ലോക കേരള സഭകൾ കഴിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചിത്രം ഈ വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം വളരെ ദയനീയമായൊരു ചിത്രമാണ്. കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലേ മനസ്സിലാകുന്നത്? അരുൺകുമാർ, ലോക കേരള സഭ 4-ാം സമ്മേളനം പൂർത്തിയായപ്പോൾ എന്താണ് ലോക കേരള സഭ കൊണ്ട് പ്രവാസികൾക്കുണ്ടായ നേട്ടമെന്ന് കൃത്യമായി വിശദീകരിക്കാൻ നോർക്കയ്ക്കോ സംസ്ഥാന സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോടികളാണ് ലോക കേരള സഭയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇത്തരം കൂടിച്ചേരലുകൾ നടക്കുന്നതിനപ്പുറത്തേക്ക് പ്രവാസികൾക്ക്, സാധാരണക്കായ പ്രവാസികൾക്ക് ഒരു നേട്ടവുമില്ലെന്ന് ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി അമേരിക്കയിൽ മേഖലാ സമ്മേളനം നടത്തുന്നു. സമ്മേളനത്തിന്റെ ചിലവുകൾ അവിടെ പ്രാദേശികമായി സംഘാടക സമിതി സ്വരൂപിക്കുന്നതാണ് പറയുമ്പോഴും അവിടത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് പോകാനുള്ള യാത്രാ ചെലവ് സർക്കാർ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നേരത്തെ മേഖലാ സമ്മേളനങ്ങൾ പലയിടങ്ങളിലായി നടന്നപ്പോൾ ഏതാണ്ട് 1/2 കോടിയോളം രൂപ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടേക്ക് യാത്ര ചെയ്യാനുള്ള പണമായി കണ്ടെത്തിയിരുന്നു. നേരത്തെ ഈ മേഖലാ സമ്മേളനങ്ങൾ നടത്തിയതിന്റെ വരവ് ചെലവ് കണക്ക് പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ആ വിവരങ്ങൾ പുറത്തുവിടാൻ പോലും തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് പണം ചെലവഴിക്കുന്നതിനപ്പുറത്തേക്ക് പ്രവാസികൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യം, അത് കോവിഡ് കാലത്തെ റിലീഫ് പ്രവർത്തനങ്ങൾ, അത് വിവിധ സംഘടനകൾ, CPM നേതൃത്വത്തിലുള്ള സംഘടന, മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള സംഘടന, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള BJP അടക്കമുള്ള വിവിധ പ്രവാസി സംഘടനകൾ അവിടെ പ്രാദേശികമായി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധകാലത്ത് വിദ്യാർത്ഥികളെ സഹായിക്കാൻ പ്രവർത്തനം നടത്തി എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നിക്ഷേപങ്ങൾ കണ്ടെത്താനോ അത് കൊണ്ടുവരാനോ കേരളത്തിലേക്ക് സാധിച്ചില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ നിക്ഷേപങ്ങൾ എത്തിക്കാൻ, അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നടക്കമുള്ള വലിയ ലക്ഷ്യങ്ങളായിരുന്നു ഈ ലോക കേരള സഭ ഉണ്ടാക്കുമ്പോൾ സർക്കാരിനുണ്ടായിരുന്നു ഇത്തരം കൂടിച്ചേരലുകൾ. ഇപ്പോൾ അത് റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക് അത് ചെറുതാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നോർക്ക ഈ തവണയും കുവൈറ്റിലെ രക്ഷാപ്രവർത്തനങ്ങളും അതിന്റെ വിവരശേഖരണവും അടക്കം ഈ ലോക കേരള സഭ എന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണെന്ന് നോർക്ക CEO വിശദീകരിച്ചിരുന്നു. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഈ ലോക കേരള സഭ ഒതുങ്ങുകയാണോ എന്ന ആരോപണവും സംശയവും ഉയർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അരുൺകുമാർ.
ശരിയാണ് റോഷിപാലും അല്ലമീനും സൂചിപ്പിച്ചതുപോലെ ലോക കേരള സഭ കൊണ്ട് വിദേശയാത്രകൾ മാത്രമായി തീരരുത്. ആ കണക്ക് പുസ്തകത്തിൽ കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നത് അറിയാനുള്ള അവകാശമുണ്ട്. പക്ഷേ വിവരാവകാശ രേഖ പ്രകാരം കോടിക്കണക്കിന് രൂപ ചിലവായിട്ടുള്ള സഭകളാണ്. പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും ആ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. വളരെ നാമമാത്രമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമുണ്ട്. ഇത്തരത്തിലൊരു സഭ നമുക്ക് തുടർന്നു പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു പൂർണ്ണമായ സഹകരണം കേരളത്തെ പടുത്തുയർത്തുന്നതിന് നമുക്ക് വേണം. പക്ഷേ അതെങ്ങനെയാണ് നമുക്ക് ലഭ്യമാവുക, അത് ലഭ്യമാവുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ലോക കേരള സഭയ്ക്ക് ഇപ്പോൾ നിയമപരമായ ഒരു പ്രാബല്യം കൂടി കൊടുക്കാൻ പോവുകയാണ് സർക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. അത് വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് താനും. ഇനി നമ്മൾ കുവൈറ്റ്